കാണാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ബീഫ് ഒരു രക്ഷയില്ല. അടിച്ച് പൂക്കുറ്റിയായ മാതിരി ആയിപ്പോയി. പൈതാര, പാറ്റ, പല്ലി എന്നിവ വെച്ച് ബാക്കിയെല്ലാം തിന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഫ്രീ ടോക്ക്. നൈസേ നല്ല സുഖമുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ചെറിയൊരു കാറ്റുണ്ട്, നല്ല അടിപൊളി കാറ്റ്. അതിങ്ങനെ നല്ലൊരു വൈബ് ഉണ്ട്. ഞാൻ പറയുന്നത് നൈറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ പുരക്കാർ സന്തോഷിക്കായിരിക്കും നാട് വിട്ടു പോയി എന്ന് പറഞ്ഞിട്ട്. കാരണം എന്തായാലും ഓല് നോക്കുമ്പോൾ പുരയൊക്കെ ആയിരിക്കും. നേരം വിളിക്ക് ചായക്കടി തിന്നാൻ വേണ്ടി എന്നെ വിളിക്കുമ്പോൾ റൂമിൽ ഞാൻ കാലിയായിരിക്കും. എടാ എൻ്റെ അവിടെ നേരെ തിരിച്ചാ. ഞാൻ കയറിയതും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇറങ്ങി പോകുന്നത് പറഞ്ഞില്ല. പെങ്ങളിങ്ങനെ കിടന്ന് ഉറങ്ങി തിരിഞ്ഞ് കളിക്കുന്നതായിരുന്നു അവളോട്. ഞാൻ 4 മണിക്ക് പോയിട്ടോ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പൂവി ഇപ്പം വലിയ ബോധമൊന്നും ഇല്ലാണ്ട് അങ്ങനെ നടക്കുകയാണ് പുറകെ കൂടെ. ഇന്നലെ ഓള് ഇന്നലെ പെരുന്നാളിന് ഉണ്ടാക്കി തന്ന കരിക്കിന്റെ മറ്റേ എന്തേലും അതിന്റെ പേര് പേരിക്കറിയില്ല, ഞാൻ തിന്നിക്കണ്. ആ പേരില്ലാത്ത സാധനം അടിപൊളിയായിരുന്നു. പിന്നെ 500 റുപ്യ ചെലവാക്കിയിട്ട് 8 ക്ലാസ്സോ 10 ക്ലാസ്സായിട്ട് ഉള്ളതിനു. അതില് നമ്മക്ക് 5 ആക്കും, ഓല് 3 ആളും അളിയനൊരു ക്ലാസ്സും. അല്ല, ഓളോട് അത് പറയണമെന്നുണ്ടായിരുന്നു. ഓളോട് പറയാൻ ഓളത് അപ്പൊ പുരയിലില്ല, ഉണ്ടാക്കി തന്ന ആള് വിട്ടാഞ്ഞിരിക്കുന്നത്. നമ്മളെത്തി പിന്നെ ഓള് അതിലെ കറങ്ങാൻ മറ്റേ നൗറീൻ്റെ ഒപ്പം കറങ്ങാൻ പോയിക്കണ്. പിന്നെ ബീഫും എൻ്റെ അമ്മൻ്റെ ബീഫ്, എൻ്റെ പൊന്നു മക്കളെ, ബീഫ് ഒരു രക്ഷയില്ല. അലിഞ്ഞു പോകുന്നത് തൊട്ടിട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. സ്ലോ കുക്കിങ് ചെയ്താ മെഞ്ഞാന്ന് രാത്രി ഏറ്റവും കുക്കറിൽ വെച്ചിക്കണ്. ഞാനത് എൻ്റെ അമ്മനോട് പറയുകയും ചെയ്തു അതെങ്ങനെ അങ്ങനെ ഇട്ടേന്ന്. കാരണം നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക്, ഞാൻ 1 കിലോ ബീഫിന് ഇവിടെ വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഇനി ഉണ്ടാക്കാനോ നമുക്ക് അടുത്ത പരിപാടി പിടിക്കട്ടോ. നെക്സ്റ്റ് പരിപാടിക്ക് നമ്മള് ഇന്നലെ പറഞ്ഞ മറ്റേ എൻ്റെ വീടില്ലേ സബാന്റെ, അവിടെ നമുക്ക് ബീഫ് ഉണ്ടാക്കിയിട്ട് പോവാം. സബാന്റെ പുറന്റെ തൊട്ടിപ്പുറത്ത് നല്ല ചെറിയൊരു പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നുമില്ല, അത് കുറച്ച് പാറ. വെള്ളം വരും കേട്ടോ, മലവെള്ളം വരും. പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഓക്കെ, ചെറിയൊരു വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ജഡ്ഡിയൊക്കെ ഇട്ടിട്ട് മുങ്ങിക്കിടക്കാം. അതെ, മറ്റേ നാച്ചുറൽ പൂളാണ്. സംഭവം എന്താ വെച്ചാൽ ആ ഉറവ് എടുത്ത് വരുന്ന വെള്ളം, ഫസ്റ്റ് വെള്ളം നല്ല കട്ടിക്ക് നല്ല തണുപ്പായിക്കോ. ഏതൊരു വണ്ടി വന്നിട്ടുണ്ട്. കൊടുവള്ളി വണ്ടി നമ്മളെ നാട്ടുകാരാന്ന് തോന്നുന്നു. മൊയിലാരാൻ ഫാമിലിയാണ്. എക്സ്പ്ലോറിങ് ആണ് മൊത്തം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ബീഫ് ഒരു രക്ഷയല്ല എന്നോട്. ഇന്നലെ ഞാനത് തിന്ന്, പിന്നെ സെഫാൻ എടുത്തിട്ട് സെഫാൻ അറിയാണ്ട് സെഫാൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി തിന്ന്. അങ്ങനെ ഇഡിലനായിരുന്നു തോന്നുന്നു. നമ്മള് നേരത്തെ സംസാരിച്ച ചേച്ചി നൈസാട്ടോ. ചേച്ചി എന്താ പോകുന്നു, ചേച്ചി നൈസാണ് കേട്ടോ. നൈസാന്നല്ല, നേഴ്സാണ്. സംഭവമാണ്. നേഴ്സാണ്. അതിമ പിടിച്ചിന് തൂങ്ങാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് നന്നുത ക്ഷമിക്കണം. അങ്ങനെ എന്താ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ടീച്ചറാണ്. മുപ്പത്തിയാറാണ് നമ്മളെ ട്രെയിൻ ചെയ്യല്. ഞങ്ങളെ ഭയങ്കര വലിയ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇംഗ്ലീഷ് പറയാൻ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയാണ്. അതെ. 36 ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കാണ്. അതെ. പിന്നെ നമുക്ക് പോവാൻ ബാക്കിയുള്ള സഹായങ്ങൾ ചെയ്തു തന്ന സഫ്വാൻ, നിശാലിന് പിന്നെ തിരക്ക് കൂടി പോയത് കൊണ്ടാണ് നിശാലിൽ നിന്ന് ഓന്റെ കമ്പനി വേറൊരു പരിപാടി ഉണ്ട്, അപ്പൊ അതിന് പോയതാണ്. അല്ലെ എല്ലാത്തിനും കൂടി നുള്ളിപ്പറിക്ക് ഞങ്ങള് വേറെ വണ്ടിയിൽ അതിന് വരിക. എല്ലാവർക്കും ഓരോ പരിപാടി ഉണ്ട്. പിന്നെ വേറെ സഫാൻ പോണ പരിപാടി ഉണ്ട്, പെരുന്നാളിന്റെ പിറ്റേന്നല്ലേ. എല്ലാവർക്കും എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ. അതെ. പിന്നെ നമ്മൾ വിചാരിച്ചോണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരാളുടെ നുശ്രി അമ്മായി, നമ്മളമ്മായി മറന്നുപോയതല്ല. ഇന്നലെ രാത്രിയൊക്കെ പോയിട്ട് മുന്നേ അവിടെ നിന്ന് മാങ്ങ കിട്ടിട്ടോ. ഇന്നലെ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് പറഞ്ഞാൽ നമ്മള് പറഞ്ഞാൽ ഫുള്ള് ഫുഡടി. ഓളെ വീട്ടിൽ പോയി മറ്റേ ചൂണ്ടലിടലും പൊലിച്ചക്ക് എന്താ പറയാ, പൊലിച്ചക്ക് ഇരുട്ട് കഴിഞ്ഞപ്പോ തൊട്ട് ഫുഡ് അടിക്കുക. ഫസ്റ്റ് ഞാൻ പോയി ഗുളികമ്മ തുടങ്ങി.
അവന് നല്ല പെരുന്നാളായിട്ട് രാവിലെ തന്നെ കൊണ്ട് പെരുന്നാളായിട്ട് തന്നെ തൊണ്ട ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, ആകെ കണ്ണുന്നൊക്കെ വെള്ളം വരിക, അലർജിന്റെ പ്രശ്നം. അടിച്ച് പൂക്കുറ്റിയായ മാതിരി ആയിപ്പോയി. എന്താന്ന് വെച്ചാല് ഞാൻ ഓൾറെഡി ഡ്രസ്സിന്റെ ഷോപ്പിലാണല്ലോ. അപ്പൊ ഡ്രസ്സിന്റെ ഷോപ്പിലാകുമ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് നേരം വൈകി കുളിച്ചിട്ടാണോ എന്നറിയില്ല, നീരിറങ്ങിയിട്ട് നീ പുലർച്ചെ കുളിക്കണ്ടോ? അതാണ് നൈറ്റ് കുളിക്കരുത് നമ്മള്. നിസ്കരിക്കാനൊക്കെ എണീക്കുമ്പോഴേ. അപ്പം ഓൾറെഡി അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചെവിയിൽ ഉറ്റിക്കാൻ ഒരു മരുന്നും ഗുളികയൊക്കെ തന്നെ. അപ്പൊ ഗുളികമ്മ സ്റ്റാർട്ട് ചെയ്തതാ. ഗുളികമ്മ സ്റ്റാർട്ട് ചെയ്ത് പെരുന്നാള് പിന്നെ ഫുൾ അടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പിന്നെ അടുത്ത് ബീഫ്, പിന്നെ നിഷീന്റെ അവിടെ പോയി. ആ പായസം എന്താ ചക്കര പായസം എവിടാ നിഷീന്റെ അവിടെ. വിഷിരിന്റെ ഇന്നലെ നമ്മള് കുടിച്ചത് എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഫസ്റ്റ് നമ്മൾ കുടിച്ചത് നിശാലിൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞ് അത് സേമിയ പായസം, പിന്നെ എൻ്റെ അവിടുന്ന് ശർക്കര, അതായത് പരിപ്പ് പായസം, എൻ്റെ ആടെ പൂവിൻ്റെ സാധനം, പേരൊന്നും അറിയില്ല, ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പെങ്ങളാടെ പോയപ്പോൾ അവിടെ മാംഗോ ജ്യൂസ്, എൻ്റെ പെങ്ങളാടെ പോയപ്പോൾ മോരും വെള്ളം പൊന്നു മോനെ, മോരും വെള്ളം കഴിച്ചിട്ട് വിശക്കുക. അതിന്റെ പേരെന്തായാലും തെളിമ തെളിമ എന്നാണ് അതിന്റെ പേര്. കുടിച്ചു കഴിഞ്ഞാൽ ഒരു തെളിമ കൊണ്ട് വരാണ്ട് സാധനം, ഒരു എരും, ഇഞ്ചിന്റെ ഒരു എരും, ഇഞ്ചിയും മറ്റേ ഇതൊക്കെ ഉണ്ട്, കാന്താരിന്റെ മുളകും എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് പുകച്ചുകൊണ്ട് എടുത്ത്. പിന്നെ ഫുഡ് കഴിക്കാണ്ട് നിർക്കാനില്ല, അതുവരെ വിശപ്പില്ല അതിന്. അതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് പെരും വിശപ്പ്. പിന്നെ പറഞ്ഞാല് ഞങ്ങള് സബാന്റെ അവിടെ പോയി, ഓന്റെ വക പുഡിങ് ഉണ്ടായിരുന്നു അവിടുന്ന്, അത് കഴിച്ച് എൻ്റെ അവിടെ വന്ന് ബിരിയാണിയും ബീഫ് അടിച്ച്. അത് കഴിഞ്ഞ് നുഷിരിൻ്റെ അവിടെ പോയി. അത് പോയപ്പോ സാമ്പാർ പായസം, സാമ്പാർ വെജിറ്റബിൾ പായസം, അങ്ങനെ എന്തോ അതില് മാങ്ങ ഉണ്ട്, പിന്നെ മാങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെന്താ. ഞാൻ അവളോട് ചോദിച്ചു, അത് ഈ സാമ്പാറിലൊക്കെ കഷ്ണങ്ങൾ മാതിരി പീസ് ഉണ്ട്. അണ്ട സാമ്പാർ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. കുരുവൊക്കെ ഉണ്ട്, മറ്റേ നമ്മളെ കടുകൊക്കെ ഉണ്ട് അതില്. നമുക്ക് കണ്ട സാമ്പാറിന്റെ ഒരു ലുക്ക് തന്നെ. അതിന് വെജിറ്റബിൾ ഓളെ അമ്മായിട്ട് ഉണ്ടാക്കിയാണ്. നമുക്ക് ഒന്ന് ചോദിക്കണം അതിന്റെ ഒരു റെസിപ്പി എടുക്കണം. സാധനം പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ബീഫിന്റെ റെസിപ്പിയും അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നലെ. പിന്നെ അവിടുന്ന് മാങ്ങ കിട്ടി. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ, അവിടെ തന്നെ ഉണ്ടായ മാങ്ങയാന്ന് തോന്നുന്നു. ഇന്നലെ രാവിലെ തുടങ്ങിയത് പുട്ടും മരീതും പാലട പ്രഥമനും. പുട്ടും പാലട പ്രഥമനും അതും ഭയങ്കര കോമ്പിനേഷൻ ഉണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് അപ്പവും വാങ്ങി, പുട്ടും മാമ്പയും അതുപോലെ തന്നെ അപ്പം വാങ്ങി. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പുട്ടും മാമ്പയും. പിന്നെ അപ്പവും ബീഫ് അത് ഭയങ്കര കോമ്പിനേഷൻ, ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ്. പിന്നെ തിന്ന കാര്യത്തിൽ നമ്മൾക്ക് അങ്ങനെ നെഗറ്റീവ് ഉള്ള കാര്യങ്ങൾ കുറവാണ്. ഇല്ല, പൈതാര, പാറ്റ, പല്ലി എന്നിവ വെച്ച് ബാക്കിയെല്ലാം തിന്നു. ഞങ്ങളങ്ങനെ പശ്ചാത്തലമുള്ള ആൾക്കാർ. എന്താ പറയുക, എന്നെ കടിക്കാത്തൊക്കെ ഇനി തിന്നതാണ്. അതെ, ഞാൻ 30 വർഷത്തിലാണ്. ചെറിയ ചെറിയ അബദ്ധങ്ങൾ ഉണ്ടാവും, വർത്താനം പറയുമ്പോ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നല്ല, അബദ്ധങ്ങളേ ഉള്ളൂ. അതെ, ഉണ്ടാവും. അപ്പൊ കണ്ടിട്ട് ചിലപ്പോ ഇങ്ങനെ ചടയ്ക്കാൻ മതി. ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കുറെ ചടയ്ക്കാനൊക്കെ മതി. പക്ഷെ കാണാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് കണ്ട് തീർക്കേ കഷ്ടപ്പെട്ടിട്ട്. അല്ല, ടൈം കിട്ടുമ്പോ കണ്ടാ മതി. അപ്പൊ രാത്രിയൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ കിടക്കാൻ നിൽക്കുമ്പോ കണ്ടിട്ട് തലവേദന കിടക്കുമ്പോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരിക്കും ഞങ്ങളെ കാണുമ്പോ. ഇനി തല വെട്ടി വെക്കണ്ടേ വേറെ എവിടെയെങ്കിലും. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ കമന്റിൽ വന്നിട്ട് കൊണയൊന്നും അടിക്കരുത്, ദയവ് ചെയ്ത് കൊണയൊന്നും അടിക്കരുത്, നിർത്തി പോണ്ടി വരും വീഡിയോ എടുക്കലൊക്കെ. അപ്പൊ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുക എന്തുണ്ടെങ്കിലും. അപ്പൊ ഞങ്ങളങ്ങ് പൊന്തും. സാധാരണ അടക്കി നമ്മളാണ്ട് പൊന്തിക്കും ഒറ്റടി. അതിലൊക്കെ മറ്റവന്മാര് 2-3 കൂടി ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും പൊന്തല്ല. എയറിലാണ് ഞങ്ങൾ രണ്ടാളും. അപ്പം അവന്മാരാരുമില്ല. നമുക്ക് പ്രത്യേകിച്ച് വേറൊരു ദിവസം ഒരു പരിപാടി ഉണ്ട്, നമുക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഒന്നാമത് പെരുന്നാൾ കഴിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫാമിലി അങ്ങനത്തെ ഇഷ്യൂസും വിസിറ്റ് ചെയ്യാനും ഉള്ളതുകൊണ്ട് നമ്മള് ഒന്ന് ചവിട്ടിയതാണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഏട്ടുമ്പോ അല്ലാത്തോണ്ട് വീട്ടിൽ കുത്തിരിക്കുക ആണല്ലോ.
അങ്ങനെയൊക്കെയാണല്ലോ അയൽവാസി ഇത് ചെക്കനൊക്കെ അല്ലേ, ഇവനും എന്റെ കുട്ടീനെ കാണാൻ പോയതാ. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മള് അതും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് യാതൊരു പണിയില്ല, ഇങ്ങനെ നടക്കന്നെ. അതെ. അപ്പം കുടിവെള്ളമാണ് തോന്നുന്നു കുടിക്കാനുള്ളത്. ജസ്റ്റ് അപ്പം വണ്ടി ഉണ്ടെങ്കിൽ ഒരു 100-200 റുപ്യ പെട്രോൾ അടിച്ചിട്ട് കാര്യമില്ല, 6 റുപ്യക്ക് മിനിമം അടിക്കേണ്ടി വരും. പെട്രോൾ പൈസ അങ്ങനെ കുത്തനെ കൂടുകയാണ്. ആടെ പിന്നെയും കൂടി 124 ഇന്റെ വണ്ടിന്റെ അപ്പം പ്രീമിയത്തിന് 24, മറ്റേന് 14. അപ്പോൾ നമ്മൾ ഡൊമിക്കൂട്ടിനെ കൊണ്ട് വന്നിട്ട് കുട്ടൻ നല്ല കുടിയാണ്. അപ്പം അങ്ങനെ കൂടല്ലൂര് പോയാ അടുത്ത് എണ്ണടിയാ, കുടിക്കാത്തവന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുടിപ്പിച്ചിട്ട് കൊണ്ടുവരിക. 300 റുപ്യന്റെ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഓക്കെ, ഞാൻ അടിച്ച ഈലുള്ള കിടക്കുന്ന എണ്ണ കഴിഞ്ഞ കൂടല്ലൂർ അത് ഉൾട്ടാൻ അടിച്ചു പോയതാ. ഓക്കെ, ബൈ. ബൈ.